ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ പെസഹ പെരുന്നാളിൽ തിരുവനന്തപുരം MMCSI കത്തീഡ്രലിൽ ഞങ്ങൾ കുടുംബമായി നിൽക്കുന്നത്. ഈ വർഷത്തെ കൃഷ്ണാനുഭവ ആഴ്ച വിശുദ്ധവാരം ആചരണം ക്രമീകരണം ചെയ്തപ്പോൾ ഇവിടെയും മേലുകാവ് കത്തീഡ്രലിലും കൊല്ലം കത്തീഡ്രലിലും അങ്ങനെ 3 ആരാധനയിൽ പങ്കെടുക്കണം എന്ന് നിശ്ചയിച്ചു. അങ്ങനെ ആ കാര്യങ്ങൾ അതാത് കത്തീഡ്രലിലെ വികാരി അച്ഛന്മാരുമായി സംസാരിച്ച് വളരെ സന്തോഷത്തോടെ അവരെ സ്വാഗതം ചെയ്തു. ഇന്ന് ഞങ്ങളെ വളരെ നല്ല വാക്കുകൾ പറഞ്ഞ് സ്വാഗതം ചെയ്ത നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വികാരി അച്ഛൻ ക്രിസ്ത്യൻ ബെന്നച്ചൻ അച്ഛനുമായിട്ട് വളരെ ദീർഘനാളത്തെ പരിചയം എനിക്കുണ്ട്. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അച്ഛൻ ഞങ്ങളെ സ്വാഗതം ചെയ്തു. അതോടൊപ്പം ഇത്രയും ബഹുമാനമുള്ള നമ്മുടെ സഹവികാരി അച്ഛന്മാർ, സഭയുടെ ഭരണസമിതി അംഗങ്ങളായിരുന്ന ഡീക്കന്മാര്, ഡീക്കനസ്മാര്, സെക്രട്ടറിമാര്, പിയാരച്ചൻ, ശ്രീമുള്ള ഗായക സംഘ അംഗങ്ങൾ, മറ്റ് വിവിധ സംഘടനകളിലെ ഭാരവാഹികൾ, സഭാമക്കൾ, എല്ലാവരോടുമുള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും അതോടൊപ്പം തന്നെ ഈസ്റ്ററിന്റെ ലളിതമായ ആശംസകളും ഞങ്ങൾ കുടുംബമായി ആശംസിക്കും. നമുക്ക് ഈ മഹാടകയ്ക്ക് ഇതിന്റെ പ്രാരംഭം മുതൽ നമുക്ക് നേതൃത്വം നൽകിയ എല്ലാ സഭാധ്യക്ഷന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. നമ്മുടെ സഭയ്ക്ക് മാത്രമല്ല, മഹാടകയ്ക്ക് മാത്രമല്ല, CSIക്ക് ആകമാനമായി നേതൃത്വം നൽകുവാൻ ദൈവം നമ്മുടെ മഹാടകയിൽ നിന്ന് അനേകം അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തത് ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. നമ്മുടെ ഇത്രയും സ്നേഹമുള്ള ബഹുമാനമുള്ള പ്രസാദം തിരുമേനി, പ്രിയപ്പെട്ട കൊച്ചമ്മ എന്ന് ആരാണ് സംബന്ധിക്കുന്ന കൊച്ചമ്മ, അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും ഞാൻ ഈ സമയത്ത് ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റു. അവരിലൂടെ എല്ലാം നമുക്ക് കലാകാലങ്ങൾ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കും. വളരെ നല്ല ഒരു പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന പ്രിയപ്പെട്ട അച്ഛൻ ചെയ്തു, ദൈവത്തിന് അർപ്പിച്ചു. ഞാനത് ശ്രദ്ധിക്കുവാൻ വളരെ വളരെ അർത്ഥവത്തായ പ്രാർത്ഥന ചെയ്യുവാൻ പ്രിയ അച്ഛനെ ദൈവം ശക്തീകരിച്ചു. നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സഭയ്ക്കും, നമ്മുടെ ദേശത്തിനും, നമ്മുടെ തലസ്ഥാന നഗരികൾക്കും, നമ്മുടെ ഭരണകർത്താക്കൾക്കും, സഹ ക്രിസ്ത്യാനികൾക്കും, പീഡിപ്പിക്കപ്പെടുന്നവർക്കും, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. അതിൽ നമ്മളെല്ലാം ആമേൻ പറഞ്ഞു. ആ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ട് ഉത്തരം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്നത്തെ പാട്ടുകളും അതുപോലെ തന്നെ പാഠങ്ങളും അതുപോലെ പ്രാർത്ഥനകളെല്ലാം ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നതാണ്. അതിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് നമ്മൾ പാഠമായിട്ട് വായിച്ചു കേട്ട വേദഭാഗങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ തന്നെ 1-2 വാക്യങ്ങളോടെ വായിച്ച് തിരുവചന ധ്യാനത്തിനായിട്ട് ഒരുങ്ങാം എന്ന് കരുതും. ഈസ്റ്റ് കേരള മഹാടയുടെ അതുപോലെ തന്നെ കൊല്ലം കൊട്ടാരക്കര മഹാടയുടെയും എല്ലാവിധമായ ഈസ്റ്റർ മംഗളാശംസകളും ഈ സമയത്ത് ആശംസിക്കുന്നു. 2024 ആണ്ടിലെ ഈസ്റ്റർ ആചരണങ്ങളും പ്രാർത്ഥനകളും ധ്യാനങ്ങളും എല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിലും അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ അടിസ്ഥാനപ്പെട്ട ഭൗതിക ജീവിതത്തിനും ഗുണകരമായി തീരുവാനും അത് ദൈവപ്രസാദമായി തീരുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 26, 27 എന്നീ വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 25, 26, 27 എന്നീ വാക്യങ്ങൾ. ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കയിൽ മിസ്രയീമിലിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞ് കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച് യഹോവയുടെ പെസഹയാഗം ആകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം. നമ്മുടെ വീടുകളെ രക്ഷിച്ച് യഹോവയുടെ പെസഹയാഗം ആകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം.
ഒരു വാക്യം കൂടെ എന്നെ ചേർത്ത് വായിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 26 മുതലുള്ള ഏതാനും വാക്യങ്ങൾ കൂടി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 മുതലുള്ള ഏതാനും വാക്യങ്ങൾ. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനാണ് ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിൽ പ്രകാരം ഒരു വിശുദ്ധ വാരം കൂടെ കൊണ്ടാടുവാൻ, പ്രത്യേകിച്ച് ഒരു പെസഹ വ്യാഴാഴ്ച സന്ധ്യയെങ്കിൽ ഈ വിശുദ്ധ ദേവാലയത്തിൽ വന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് ആചരിച്ച് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഇത് ആചരിക്കണമെന്ന് പറഞ്ഞ ഈ പെസഹ അതിനെക്കുറിച്ച് ഓർക്കുവാൻ, അത് ആചരിപ്പാൻ തക്കവണ്ണം അങ്ങനെ പ്രാപ്തിപ്പെടുത്തിയ ഞങ്ങളുടെ ഭാസ്നേഹത്തിനായി നന്ദിയുടെ സ്തോത്രം. ഈ ബലഹീനാന അടിയനെയും കുടുംബമായി ഇവിടെ കൂട്ടിവരുത്തിയ ഞങ്ങളുടെ മഹാസ്നേഹത്തിനായി കരുതലിനായി നന്ദിയുടെ സ്തോത്രം. അല്പസമയം അങ്ങയുടെ വചനം ധ്യാനിക്കട്ടെ. അങ്ങ് തന്നെ നിന്റെ മക്കളോട് സംസാരിക്കുക. പറയുന്നപ്പുറമായ ആളുകളെ അർത്ഥം ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായം. ബഹുത്വം അങ്ങ് മാത്രം എടുക്കണമേ. യേശുനാഥൻ പ്രാർത്ഥിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയുടെ ഭാഗമായി ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുടെ ഒരു ചിത്രമാണ് നമ്മളെ കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഒരു അബ്രാഹാമിനെ വിളിക്കുന്നതിലൂടെ ഈ പുതിയ നിയമ അല്ലെങ്കിൽ ക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയാകുന്ന നമ്മെ ഓരോരുത്തരെയും അബ്രാഹാമിന്റെ വിശ്വാസത്തോടെ നമ്മളെ ചേർക്കുന്ന ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ പ്രത്യേകമായി ഇസ്രായേൽ മക്കൾ അന്നുവരെ അല്ലെങ്കിൽ ആ ഒരു ദിവസം വരെ ആചരിച്ചതിൽ നിന്നും പ്രമാണിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പുതിയ ആരാധനാക്രമം, ഒരു ജീവിതക്രമം അവർക്ക് നൽകുകയും ആ ക്രമത്തെ അല്ലെങ്കിൽ ആ പെസഹ ആചരണത്തെ, ആ വിടുതലിന്റെ ആ വലിയ ഓർമ്മയെ അതിന്റെ അന്തസത്ത അല്ലെങ്കിൽ അതിന്റെ കാവൽ കളയാതെ വേറൊരു അർത്ഥത്തിൽ പുത്രനായ യേശു മശിയ അത് ശിഷ്യന്മാർക്ക് അനുഷ്ഠിപ്പാനായിട്ട് പറയുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പെസഹ ആചരണത്തിന്റെ അതിന്റെ ഒരുക്കങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് അവർ മിസ്രൈമിൽ താമസിക്കുമ്പോൾ തന്നെയാണ് ആ പെസഹ ആചരിക്കുന്നത്. എന്നാൽ മിസ്രൈമിന്റെ രീതികൾക്ക് വ്യത്യസ്തമായി ദൈവം അവർക്ക് നൽകിയ ഒരു പ്രത്യേക രീതിയിലാണത്, നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് അത് ആചരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അതിന്റെ ആചരണ ക്രമത്തെക്കുറിച്ച് പറയുന്നത് വളരെ വളരെ ശ്രദ്ധേയമാണ്. അതൊരു പുതിയൊരു ക്രമമാണ്. അതുകൊണ്ട് പഴയത് പറ്റത്തില്ല, പഴയത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കൽപ്പനകൾ കൊടുക്കുന്നത്. പഴയതൊന്നും പറ്റത്തില്ല. പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത് പുളിപ്പുള്ള അപ്പം അല്ല, പുളിപ്പില്ലാത്ത അപ്പം. അതുപോലെ തന്നെ വീട്ടിൽ പഴയതുള്ള യാതൊന്നും കാണരുത്, പുളിപ്പിന്റെ യാതൊരുവിധമായ അംശങ്ങളും കാണരുത്. പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നത് പെസഹ ആചരിക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഗൃഹനാഥൻ വീടുകളെല്ലാം പരിശോധിക്കുന്ന ഒരു ചിത്രം കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എല്ലാ പഴക്കമുള്ളത് അല്ലെങ്കിൽ പഴമയും നീക്കി ഒരു പുതിയ അനുഭവത്തിലേക്ക് വരണം. നമ്മളിലുള്ള എല്ലാ പഴയ സ്വഭാവങ്ങളെയും മാറ്റി ഒരു പുതിയ സ്വഭാവത്തിന് ഉടമകളായിട്ട് നമ്മൾ തീരണം എന്ന് ആണ് അതിന്റെ ആശയം എന്ന് കാണുവാൻ സാധിക്കും. അത് പഴയ നിയമത്തിൽ തന്നെ ആ പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിലെ ആത്മീയ ചിന്തകളുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, യേശുവിന്റെ ഉപദേശമാനം എന്ന് നോക്കുമ്പോൾ അക്ഷരത്തെക്കാൾ കൂടുതൽ അതിന്റെ ആത്മീയ അർത്ഥത്തിലേക്ക് പോകുന്ന ചിത്രം നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് ഇത് എന്ത് ആചരണമാണെന്ന് മക്കൾ ചോദിക്കുമ്പോൾ പറയണം, ഇതാണ് ഇസ്രായേലിൽ നിന്ന് സംഹാരദൂതനിൽ നിന്ന് നമ്മളെ രക്ഷിച്ച, ഇസ്രായേൽ മക്കളെ രക്ഷിച്ച ആ ദൈവത്തിന്റെ രക്ഷയുടെ പെസഹായാഗമാണ് ഇത് എന്ന് പറയണം. എങ്ങനെയാണ് ഇസ്രായേലിൽ നമ്മൾ ആയിരുന്നത്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി, ആ ഏറ്റവും അവസാനമായി ദൈവം എങ്ങനെയാണ് നമ്മെ രക്ഷിച്ച് ഈ പ്രദേശത്ത് വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന്
അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന്റെ അർത്ഥം ഇതാണ്: പിതാക്കന്മാർ എത്രമാത്രം ആഴമായി ആ യഹോവയാകുന്ന ദൈവത്തെ ആരാധിച്ചിരുന്നുവോ, വിശ്വസിച്ചിരുന്നുവോ, അതിലൊട്ടും മായം കൂടാതെ, അതിലൊട്ടും കുറവ് വരാതെ, അതേ അർത്ഥത്തിലും അതേ ഭാവത്തിലും അതേ സ്പിരിറ്റിലും പുത്തൻ തലമുറ എത്ര തലമുറ കഴിഞ്ഞു പോയാലും അത് ആചരിക്കണം. അത് വർഷാവർഷം ആചരിക്കണമെന്നൊരു നിത്യ നിയമമായിരിക്കണമെന്നും അവിടെ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിലും അത് ആചരിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആചരിക്കുന്ന സമയത്താണ് ദേവാലയത്തിൽ യേശു പോകുന്നതും പെരുന്നാളിൽ പങ്കെടുക്കുന്നതും. പെരുന്നാളിൽ പങ്കെടുത്തതിനു ശേഷം അവര് പെസഹ ആചരിക്കുന്നതിന് വേണ്ടി ശിഷ്യന്മാരുമായി വട്ടച്ചട്ടം കൂട്ടുന്നതും മാളികമുറി ഒരുക്കുന്നതും മാളികമുറിയിൽ വെച്ച് പറഞ്ഞതായ കാര്യമാണ്. പെസഹയുടെ സമയത്ത് അവർ ആചരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ് ഇവിടെ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ കേട്ടത്. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പം മുമ്പ് വായിച്ചു കേട്ടതാണ്. അവിടെ ഒരു പഴയ ആചരണം നടക്കുന്ന ആളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നില്ല. യേശുവിന്റെ പെസഹ ആചരണത്തിൽ അവിടെ ഒരു ആടിനെ അറുത്തിരുന്നോ എന്നതിനെ കുറിച്ച് അവിടെ പറയുന്നില്ല. വേറെ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ ഒരു പുതിയ ക്രമം യേശു ആരംഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആടിന്റെ രക്തത്തിന് പകരം എന്ന് നമുക്ക് പറയാം മുന്തിരിയുടെ അനുഭവം. മുന്തിരിയുടെ നീര്, വീഞ്ഞ് യേശു എടുത്തിട്ട് പറഞ്ഞു ഇത് എന്റെ രക്തമാണെന്ന് പറഞ്ഞു. അപ്പം എടുത്തിട്ട് പറഞ്ഞു ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞു. അതിനെ അതുപോലെ പറയുന്നുണ്ട്. പക്ഷെ അതിന് പ്രത്യേകമായ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ യേശു അതിന് മറ്റൊരു അർത്ഥമാണ് നൽകുന്നത്. ഒരുപക്ഷെ ദൃശ്യമായ ആ ഒരു പ്രവൃത്തി പഴയ നിയമത്തോളം നിന്ന് വ്യത്യസ്തമായി ഇവിടെ അതിന്റെ സാദൃശ്യം പറഞ്ഞുകൊണ്ട് അപ്പം കൊടുക്കുകയും വീഞ്ഞു നൽകിയിട്ടും ഇത് എന്റെ ശരീരം, ഇത് എന്റെ രക്തം എന്ന് പറയും. യാഗത്തെ കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരാൾ തന്റെ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ ആ പാപപരിഹാരമായിട്ട് അർപ്പിക്കുന്ന യാഗമൃഗത്തിന്റെ തലമേൽ അദ്ദേഹം കൈവെക്കണം. കൈവച്ചിട്ട് അതിനെയാണ് യാഗം കഴിക്കുന്നത്. അങ്ങനെ യാഗം കഴിക്കുമ്പോൾ ആ മനുഷ്യന്റെ പാപം ആ മൃഗത്തിന്മേലാകുകയും ഈ മനുഷ്യന് പകരമായി ആ മൃഗം അർപ്പിക്കപ്പെടുകയും ജീവൻ വിടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ ശുദ്ധിയുള്ളവനായി തീരും. അതുതന്നെയാണ് യേശു ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി, ഞാനും നിങ്ങളും നമ്മുടെ സ്വന്തമായ പാപത്തിന് വേണ്ടി മരിക്കുന്നതിന് പകരം, പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നതിന് പകരം യേശു അവിടെ നമുക്ക് പകരമായി മരിച്ചു എന്നുള്ളതാണ് അതിന്റെ സാരം. അതെങ്ങനെ നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും? പ്രാപിക്കുന്നത് പഴയ നിയമത്തിൽ അത് ശരിയിലൂടെയാണെങ്കിൽ ഇവിടെ അത് അങ്ങനെയല്ല. കൂടുതലായിട്ടും അതിൻ്റെ അകത്ത് വിശ്വാസമാണ് അതിൻ്റെ പ്രധാനമായ. പഴയ നിയമത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും കാണുന്ന വിശ്വാസം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് കുറെ കൂടെ വിശ്വാസത്തിന് ഊന്നൽ നൽകുന്നത് കാണുന്നത്. വിശ്വാസത്തിലാണ് അത് ചെയ്യുന്നത് എന്ന് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ 2024 ആണ്ടിൽ നമ്മൾ ഈ പെസഹ പെരുന്നാളിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നെന്ന പോലെ ഒരു നാളിൽ നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി പെസഹ ആചരിച്ചു. പൗലോസ് അപ്പോസ്തലൻ ആ പെസഹ ആചരണത്തെ കുറിച്ച് വിവരിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഓരോരുത്തൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ പങ്കുചേരാൻ. ഓരോരുത്തൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ പങ്കുചേരാൻ. ഒരു സ്വയം പരിശോധന വളരെ ആവശ്യം. ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ മാനദണ്ഡം അനുസരിച്ചുള്ള ഒരു തിരിഞ്ഞുനോട്ടം നമുക്ക് ആവശ്യമാണ്. ഒരു ഏറ്റുപറച്ചിൽ നമുക്ക് ആവശ്യമാണ്. പഴയ നിയമത്തിൽ പെസഹ ആചരിക്കുന്ന മുമ്പായി വീടുകളെല്ലാം അവരെ ശുദ്ധീകരിച്ചിരുന്നു. വീട്ടിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സംഗതികളും പുതിയതായിട്ട് അവരെ അത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ദൈനംദിന ജീവിത പ്രവൃത്തികളാണ് അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും, ഭൗതികമായ ജീവിതവും പ്രവർത്തനങ്ങളും ഒരു വിചിന്തനത്തിന് അല്ലെങ്കിൽ ആ നമ്മുടെ ജീവിതവും പ്രവർത്തനവും ഈ കർത്താവിന്റെ വചനങ്ങളുമായി, ദൈവവചനങ്ങളുമായി, കൽപ്പനകളുമായിട്ട് യോജിച്ചു പോകുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകേണ്ട ആവശ്യമാണ്. ഉണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റുപറയണം. എല്ലാ പുളിപ്പും മാറ്റുന്നത് പോലെ നമ്മളതിനെ മാറ്റണം. വളരെ ശ്രദ്ധേയമാണ് ആ കാര്യം.
ഇത് ഓരോ കർത്താവ് വരുവോളം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളെ സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നവരും നേതൃത്വം കൊടുക്കുന്നവരും പങ്കുചെയ്യുന്നവരും എല്ലാം ഒരുപോലെ തന്നെ. കാരണം എല്ലാവർക്കും വേണ്ടി ഒരു ക്രിസ്തു, ഒരു ദൈവപുത്രൻ യാഗമായി തീർന്നിരിക്കുകയാണ്. ആ പുതുമയുടെ, ആ നന്മയുടെ, ആ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ മേൽ ആണ് തുടർന്നും ആ മനുഷ്യൻ ജീവിക്കും എന്ന് പറഞ്ഞാൽ സാരം. ഇന്ന് നമ്മളിവിടെ ഈ വിശുദ്ധ വാരത്തിൽ കർത്താവിന്റെ തിരുശരീരങ്ങളെ മർമ്മങ്ങളെ കൈക്കൊണ്ടതിന് ശേഷം പോകുമ്പോൾ നമ്മൾ പഴയ മനുഷ്യനായിട്ടല്ല പോകുന്നത്, പഴയ ചിന്തകളുമായിട്ടല്ല പോകുന്നത്. നമ്മൾ ദൈവവുമായിട്ടുള്ള നല്ലൊരു ബന്ധത്തിലാണ് പോകേണ്ടത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുക. അത് നമുക്ക് അനുഗ്രഹമാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പഴയ നിയമത്തിൽ അങ്ങനെ കാണാനായിട്ട് സാധിക്കും. തീർച്ചയായും പ്രിയമുള്ളവരെ, ആധുനിക ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തിരുവചനത്തിന്റെ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് എതിരായിട്ടുള്ള ധാരാളം പ്രവണതകൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് ലോകമല്ല സഭ മുമ്പോട്ട് പോകുന്നത് കാണുവാൻ സാധിക്കും. സഭ എന്ന് പറഞ്ഞാൽ അത് വേറെയല്ല, ജാനങ്ങളുമാണ്. നമ്മൾ ചെയ്യേണ്ടത് ലോകത്തിലുള്ള മറ്റു കാര്യങ്ങൾ ഒന്നുമേ നോക്കേണ്ടതില്ല. മിസ്രൈമിലുള്ള അനേക ആൾക്കാരെ നോക്കേണ്ടതില്ല, അവിടെ രീതികൾ നോക്കേണ്ടതില്ല. നിങ്ങൾ ഇന്നു മുതൽ ഈ ക്രമമാണ് അനുഷ്ഠിക്കേണ്ടത്, ഈ ക്രമത്തിൽ നിങ്ങൾ പോകണം എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം നിങ്ങൾ വിടുവിച്ച സംഹാരദൂതൻ കടന്നുപോയ ദിവസം നിങ്ങൾ ഓർക്കണം. അതിന് കാരണമായി തീർന്നത് കുഞ്ഞാടിന്റെ രക്തമാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞാടിന്റെ രക്തം കടലക്കാലമേൽ കാണുമ്പോൾ ആ സംഹാരദൂതൻ നിങ്ങളെ വിട്ടുപോകും. സംഹാരദൂതൻ തങ്ങളെ നശിപ്പിക്കാതെ, മിസ്രൈമിലുള്ള ആൾക്കാരോട് നമ്മളെ നശിപ്പിക്കാതെ നമ്മളെ വിട്ടുകടന്നു പോയ യഹോവ നമ്മളെ രക്ഷിച്ച യഹോവയുടെ പെസകയാണ്, പെസകയാഗമാണ് ഇത് എന്ന് പറയണം എന്ന് പറഞ്ഞിരിക്കുന്നു. നാമും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റുകൾ കൊണ്ട്, കുറവുകൾ കൊണ്ട്, വീഴ്ചകൾ കൊണ്ട് നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ട പാപശിക്ഷകളെ മാറ്റുവാൻ ഈ ദൈവപുത്രൻ യേശു മിശിഹ ഈ ഭൂമിയിലേക്ക് വന്നു. ദൈവം എന്നെ സ്നേഹിച്ച സ്നേഹം മൂലം തന്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. യേശു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ ക്രൂശുമരണം അല്ലെങ്കിൽ ക്രൂശിൽ കഷ്ടപ്പെടുന്നതിന് മുമ്പ് ഇത് നിങ്ങളോടുകൂടെ അനുഭവിപ്പാൻ, ആചരിപ്പാൻ ഇച്ഛിച്ചു എന്നവിടെ പറഞ്ഞു. എന്താണ് അടുത്ത രാത്രിയിലും തുടർന്നു വരുന്ന ദിവസം പകലിലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കർത്താവ്, മനുഷ്യപുത്രൻ, അതും കൂടെ എടുത്തു പറയേണ്ടതാണ്. മനുഷ്യപുത്രൻ ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് അപ്പം എടുത്ത് നുറുക്കി പറയാണ്, ഇതെന്റെ ശരീരമാണ്. അവിടെ ശരീരം ആ സമയത്ത് നുറുക്കപ്പെട്ടിട്ടില്ല. യേശുവിന്റെ മനസ്സ് നുറുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ യേശുവിന്റെ ശരീരം ദൃശ്യമായി നുറുക്കപ്പെടാൻ പോകുന്നതിനുള്ള പിറ്റേ ദിവസം അതറിഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, ഇതാണ് എന്റെ ശരീരം, നുറുക്കപ്പെടുന്നു, രക്തം ചിന്തപ്പെടുന്നു. അത് കണ്ട ദൈവപുത്രൻ അഥവാ മനുഷ്യപുത്രൻ അതിനു മുമ്പേ അത് പറയുന്നു. ശിഷ്യന്മാർക്ക് പിന്നീടാണ് അതിന്റെ അർത്ഥമെല്ലാം മനസ്സിലായത് എന്ന് വേദവചനത്തിൽ പല ഭാഗത്തും പറഞ്ഞു വരുന്നത്, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു കർത്താവ്, ഒരു ദൈവപുത്രൻ പാപയാഗമായിട്ട് തീർന്നിരിക്കും. അതിന്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടുമ്പോൾ ആ ഓർമ്മയോടുകൂടെ നമ്മളെ പാപങ്ങളെ എന്ത് ചെയ്യണം? ഓരോ ദിവസവും ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അടുക്കാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഈ ഒരേ ഒരു മാർഗം വിശ്വാസത്തോടെ അവനാണ് എന്റെ രക്ഷകൻ എന്ന് സാക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ അവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. മരണദൂതൻ അവനെ കടന്നുപോകും, സംഹാരദൂതൻ കടന്നുപോകും എന്നവിടെ കാണും. യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ ന്യായവിധിയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, നിങ്ങൾ എന്റെ പുത്രനെ സ്വീകരിച്ചു ഇല്ലേ? അത്രമാത്രം. പുത്രനെ സ്വീകരിച്ചില്ലേ? വേറെ ഒരു ചോദ്യവുമില്ല. ന്യായവിധിയിൽ ഉള്ള ഒരേ ഒരു ചോദ്യം, ഞാൻ എന്റെ പുത്രനെ നിങ്ങളുടെ ഇടയിൽ അയച്ചു, നിങ്ങൾ അവനെ സ്വീകരിച്ചോ ഇല്ലേ? ഒറ്റ ചോദ്യങ്ങൾ. സ്വീകരിച്ചവർക്ക് രക്ഷ, സംഹാരദൂതൻ അവനെ കടന്നുപോകും. സ്വീകരിക്കാത്തവർക്ക് ശിക്ഷ. കുഞ്ഞാടിന്റെ രക്ത അടയാളം അവരിൽ ഇല്ല. നമ്മൾ ആധുനിക ലോകമാണേലും അല്ലെങ്കിലും നമ്മൾ ആ രക്ഷ നമ്മളൊന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യം. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, എൻ്റെ പാപത്തിന്റെ പരിഹാരമായി അവൻ യാഗമായി തീർന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഈ
2024 നമ്മൾ കൊണ്ടാടുമ്പോൾ ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കേണ്ടത് ആവശ്യം. ഓരോ ദിവസവും അവനാൽ വീണ്ടെടുക്കപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യം. കുറവുകൾ മനുഷ്യ സഹജമാണ്, അത് സംഭവിക്കാൻ തീർച്ചയായും. അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തൽ ആവശ്യമായി വരുന്നത്. വീഴ്ചകളില്ലാത്ത മനുഷ്യർ ഇല്ല. സലോമോൻ ദേവാലയം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പദം ശ്രദ്ധേയമാണ്. ഏത് മനുഷ്യനും ഒന്ന് പ്രാർത്ഥിച്ചാലും അവന് പാപം ക്ഷമിക്കണമേ ദൈവമേ എന്ന് പറയുമ്പോൾ ഇടയ്ക്കൊരു ഹൈഫണിട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്യാത്തവനില്ലല്ലോ. പാപം ചെയ്യാത്തവനില്ല. ശരിയാ, പാപം ചെയ്യാത്തവനില്ല. പുറത്ത് ഞാൻ നീതിമാൻ എന്ന് പറയുന്നുവെങ്കിൽ അങ്ങനെ ഒരു നീതിമാൻ ഇല്ല എന്നുള്ളതാണ് അർത്ഥം. അവൻ തന്നെ വഞ്ചിക്കുന്നെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ നമ്മളെ ഈ ഞാൻ തന്നെ നീതിമാനാന്ന് പറഞ്ഞാലും അത് ശരിയാകത്തില്ല. കാരണം ദൈവം ഒരു മാത്രമേ നീതിമാൻ. ആ ഏറ്റവും നീതിമാനായ ദൈവത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ദൈവത്തിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപപ്പെടാറുണ്ട്. പുത്രൻ അത് നമുക്ക് നേടിത്തന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ ഈ വിശുദ്ധ വാരത്തെ ഈ പ്രസംഗം നമ്മൾ പങ്കുചേരുമ്പോൾ ഓർക്ക് ദൈവമേ എന്തെല്ലാം കുറവുകളാണ് വന്നത്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ കുറവുകളെക്കുറിച്ച് അറിയത്തില്ലായിരിക്കാം. അതിനാണ് വിശുദ്ധ വചനം നമുക്ക് തന്നിരിക്കുന്നത്. വിശുദ്ധ വചനം നമുക്ക് തന്നു ഇതിനെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തി. നമ്മൾ വായിച്ചു നോക്കുക, വചനം എന്ത് ചെയ്യാം, വായിക്കുക, നമ്മുടെ ജീവിതമായിട്ട് അതിനെക്കുറിച്ച് ബന്ധിപ്പിക്കുക. കർത്താവിനോട് ചേർന്ന് പുതിയ ജീവിതം ഓരോ നാളും പുതിയ ജീവിതം നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി ഏറ്റവും അവസാനം ആ നിത്യജീവനെ പ്രാപിപ്പാൻ ഉത്സാഹിക്കാം. ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ അതിനോട് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകും. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. കർത്താവേ, പരിശുദ്ധ പിതാവേ, 2024 ആണ്ടിൽ അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാകുന്നു ഞങ്ങൾക്കിവിടെ ഒരുമിച്ച് കൂടുവാൻ ഇടയായി തീർന്നത്. ഇന്ന് ഞങ്ങളുടെ സനയിൽ വളരെ താല്പര്യപ്പെട്ട് കടന്നു വന്ന അവിടുത്തെ മക്കളെ ഓരോരുത്തരെയും, പ്രായമുള്ളവരെയും ചെറുപ്പക്കാരെയും ബീജവൈദ്യങ്ങളെയും എല്ലാവരും ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ പെസഹ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് എന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുന്നില്ല. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, എന്നെ ഓർമ്മയ്ക്കായി ചെവിയിൽ. പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഇതാണ് സംഹാരദൂതൻ കടന്നുപോയ നമ്മുടെ വീടുകളെ വിട്ട് നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച യഹോവയുടെ പെസഹായാഗം. പുത്രൻ തന്നെ യാഗമായി അർപ്പിക്കുന്ന നമ്മൾ ഇന്ന് ആചരിക്കുന്ന പെസഹായാഗം. തന്നെ ശോധന ചെയ്തു തിരുമേശയെങ്കിൽ കടുത്തു വന്നു അനുഗ്രഹം പ്രാപിച്ചവരായി, പുതുശക്തി പ്രാപിച്ചവരായി, നല്ല ധൈര്യത്തോടെ അവിശുദ്ധിയുടെ അനുഭവത്തിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ദിനംതോറാണ്ട് പക്ഷം ചെയ്ത് നിൽപ്പാൻ ഞങ്ങളോട് സഹായിക്കണം. മനോമോത്തിലൊക്കെ മാത്രം എടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നതയുടെ കേൾക്കണമേ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മോട് നാം ഓർത്ത് വായിച്ച സകല കാര്യങ്ങളോടും കൂടി പ്രിയമുള്ള എല്ലാവരോടും കൂടി ഇന്ന് നിന്നേക്ക് ഇരിക്കുമാറാകട്ടെ. ആമേൻ.